നമ്മൾ റിഗാൾട്ടൊക്കെ കൊണ്ടുപോകാൻ വിട്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ബോഡി താഴെ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് ടക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് ഡോട്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 10.5, തുമ്പടക്കം 11 ഇഞ്ച്. മാർക്ക് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ മാർക്ക് കൊടുക്കുക. 10.5, തുമ്പടക്കം 11 ഇഞ്ച്. ഓക്കെ, ഇതിന് നമ്മള് 1/2 ഇഞ്ചാണ് തുമ്പ് താഴത്തേക്കുന്നത്. താഴെ 1/2 ഇഞ്ചിൽ കൊണ്ടുവരിക. ഇതും അതുപോലെ തന്നെ ലാസ്റ്റിക്ക് എൻഡിക്ക് വരുമ്പോഴേക്ക് നീൽ പോയിട്ട് വേണം എൻഡിൽ കെട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡും ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് തന്നെ പിടിക്കുക, കെട്ടിട്ട് ചെയ്യുക. അതേ അളവിൽ ചെയ്യുക. എൻഡിലേക്ക് വരുമ്പോഴേക്ക് ലാസ്റ്റ് വെച്ചിട്ട് നൂൽ പുറത്ത് വരിക, അവിടെ കെട്ടിട്ട് വരിക. ടക്കിന്റെ തുമ്പിന്റെ തുമ്പ് സൈഡിലോട്ട് ഫ്രണ്ടിലോട്ടുള്ള സൈഡ് ഭാഗത്തോട്ട് തുമ്പിനെ ആക്കിയിട്ടൊന്ന് നഖം മുറിച്ച് വരച്ചിട്ടുണ്ട്. അപ്പൊ 2 ടക്ക് കൂടെ വന്നപ്പോ ഏകദേശം ഒരു ബ്ലൗസിന്റെ ടക്ക് കൂടെ വന്നിട്ടുണ്ട്. വൃത്തി ഷേപ്പിൽ നിൽക്കും. ഇതാണ് ഫ്രണ്ട് പീസ് ബ്ലൗസിന്റെ. അപ്പൊ ഫ്രണ്ടിന്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിയും. ഫ്രണ്ടിനെ മാറ്റി വെക്കുക. ഇതുപോലെ വെട്ടി ഇതാക്കി വെപ്പായി കുറച്ച് മാറ്റിട്ട് വെട്ടി വെപ്പോടെ ഇപ്പൊ ബ്ലൗസിന്റെ ഫ്രണ്ട് പീസ് ടക്കൊക്കെ ഇട്ടത് എല്ലാവരും കണ്ടു, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇതുപോലെ അവണിക്കും മിടിക്കും ഒക്കെ ഉണ്ട്. അപ്പൊ ഫ്രണ്ടിന്റെ വർക്ക് കഴിഞ്ഞ് ഫ്രണ്ടിനെ നമ്മൾ മാറ്റി വെക്കുക. ഇനി നേരെ നമ്മൾ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിന് അതുപോലെ തന്നെ ബാക്ക് പീസ് 2 പീസാണ്. ബോഡി നമ്മൾ ഒന്നേ വെട്ടിയിട്ടുള്ളൂ. ബോഡി 2 ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗം എന്റെ ഭാഗം ചീത്തനുസരിച്ച് ബാക്ക് പീസിന് ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് വശം മാറി പോകരുത്. നല്ല വശം അടിക്കിട്ട് ലൈനിങ് മേലെ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡും അതുപോലെ നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ചത് അവിടുന്ന് തുടങ്ങുക. റിഗാൾ ഭാഗത്താണ് അവസാനിച്ചിട്ടുള്ളത്. റിഗാൾ ഭാഗത്താണ് തുടങ്ങുക. ലൈനിങ് തൊഴിൽ പോകാതെ നോക്കണം. ലൈനിങ് അറ്റാച്ച് കഴിഞ്ഞ് 2 ഭാഗം തുമ്പൊക്കെ എല്ലാ പ്രാവശ്യവും തുമ്പൊക്കെ വെട്ടി ലെവലാക്കി കൊടുക്കുക.
സൈഡ് തുമ്പൊക്കെ ലൈനിങ്ങിനോടൊപ്പം വെട്ടി ഉള്ളിൽ ഇതൊരു പൗഡർ തേക്കിയിലേക്കിട്ട് ലൈനിങ്ങിലേക്ക് കയറ്റി വെക്കുന്ന ആ കട്ടിനോടൊപ്പം പീസിന്റെ ബാക്ക് കയറ്റി അത് റൗണ്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ഈ ഭാഗത്തെ മാറ് ഉൾമാറാണ്. ഇതിൽ ഉക്ക് വരും, മറ്റേതിന്റെ കൊടുത്താനുള്ള. ഇതിനെ കാഞ്ചി ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഒരു അര ഇഞ്ചില് മെയിൻ മാറെന്ന് പറയുന്ന മാറിനെ എടുത്തെടുക്കുക. ഇതാണ് മുൻവശം കൊണ്ട് ഇതിന്റെ താഴെ വരുന്നത്. ഇങ്ങനെ ഒരു ഇത് മാറി താഴെ മാറുന്ന